കേരളത്തിലെ കുംഭമേള എന്ന് വിശേഷിപ്പിക്കുന്ന തിരുനാവായിലെ മഹാമക മഹോത്സവം കാണാൻ ഞാനും പോയി. മലയാളികൾ മാത്രമല്ല, ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരു സ്വാമിമാരും ഒക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. 250 വർഷങ്ങൾക്ക് മുമ്പ് ഓരോ 12 വർഷം കൂടുമ്പോഴാണത്രേ ഈ മാമാങ്കം നടന്നിരുന്നത്. ഇത് നവാമുകുന്ദ ക്ഷേത്രമാണ്. ഇവിടെ നിളാരതി പൂജയും കാണാൻ എത്തിയ ഭക്തരാണിവർ. ആ കാണുന്ന തീരത്താണ് ആരതി പൂജ നടക്കുന്നത്. ഇവിടെ നിന്നൊന്നും കാണാൻ സാധിക്കാത്തതിനാൽ പുഴ കടന്ന് അക്കരയ്ക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു. പൂജ നടക്കുന്ന നിളയുടെ തീരത്തേക്ക് പോകാനുള്ള ക്യൂ ആണിത്. താൽക്കാലിക പാലം കടന്നു പോകേണ്ടതിനാൽ കനത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഭാരതപ്പുഴയുടെ തീരത്ത് എല്ലാ ദിവസവും നിളയെ പൂജിക്കുന്ന ചടങ്ങായ നിള ആരതി എന്ന മനോഹരവും സംഗീത സാന്ദ്രമായ ചടങ്ങ് കാണാൻ എത്തിയതാണ് ഈ ജനസാഗരം. പുഴ കടന്നതിന് ശേഷവും കുറെ അകലെയായിരുന്നു പൂജ നടക്കുന്നിടം. അതുകൊണ്ട് തന്നെ ഇത്രയും ജനങ്ങൾക്കിടയിലൂടെ അവിടം വരെ എത്തുക എനിക്ക് വളരെ പ്രയാസകരമായിരുന്നു. അതുകൊണ്ട് ഞാൻ മെല്ലെ പുഴയിലേക്ക് ഇറങ്ങി. അവിടെ നിന്ന് കുറേ സമയം ഞാൻ പൂജ കണ്ടു. കുറച്ച് അകലെയായിരുന്നാൽ വ്യക്തമല്ലായിരുന്നു, എങ്കിലും ഞാൻ കുറേ സമയം അവിടെ നിന്ന് കാണാൻ ശ്രമിച്ചു. പെട്ടെന്നാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. ഞാൻ മെല്ലെ പുഴയിലൂടെ തന്നെ നടന്ന് നീന്തി ഫ്രണ്ടിലെത്താൻ ശ്രമിച്ചു. ഏകദേശം അടുത്തെത്തിയപ്പോൾ കുറെ കൂടി അടുത്ത് കാഴ്ചകൾ കാണാൻ പറ്റി. അങ്ങനെ വീണ്ടും നടന്ന് ഞാൻ ഏറ്റവും ഫ്രണ്ടിലെത്തി. ആരതി പൂജയെല്ലാം വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഞാൻ ആ വെള്ളത്തിൽ തന്നെ നിന്നു. പിന്നീട് ഞാൻ പതിയെ കരയിലേക്ക് കയറാൻ ശ്രമിച്ചു. കരയിലും എത്തി. ഇപ്പോൾ എനിക്ക് തൊട്ടടുത്ത് നിന്ന് പൂജ കാണാമായിരുന്നു. ഇതാ നോക്കിയേ, ഈ ജനസാഗരങ്ങൾ കണ്ടില്ലേ? ആ കാണുന്ന ലൈറ്റിന്റെ അവിടെ നിന്നാണ് ഞാൻ നടന്ന് പുഴയിലൂടെ തന്നെ നടന്ന് ഇവിടം വരെ എത്തിയത്. സമസ്ത സന്ത മഹാത്മാ ഋഷിയോകി ജയ നമഃ പാർവതി പതേ ഹര ഹര മഹാദേവ. പിന്നീട് നടന്ന എല്ലാ ചടങ്ങുകളും എനിക്ക് തൊട്ടടുത്ത് നിന്ന് കാണാൻ സാധിച്ചു. പൂജയെല്ലാം കഴിഞ്ഞ് ഞാൻ പ്രസാദവും വാങ്ങി. പിന്നീട് ഞാൻ ചരട് ജപിച്ചു കൊടുക്കുന്നിടത്ത് വന്ന് ചരടും വാങ്ങി സ്വാമി എൻ്റെ കയ്യിൽ കെട്ടിത്തരികയും ചെയ്തു. ഒരു കാലത്ത് കേരളത്തിന്റെ തലസ്ഥാനമായിരുന്നു ഇത്ര തിരുനാവായ. ബ്രഹ്മദേവന്റെ യാഗഭൂമിയായും ത്രിമൂർത്തി സംഗമസ്ഥാനമാണെന്നും ഇവിടം പറയപ്പെടുന്നു. അങ്ങനെ നിളാസ്നാനവും ആരതി പൂജകളും കുംഭമേള വിശേഷ കാഴ്ചകളുമൊക്കെ നേരിട്ട് കാണാൻ കഴിഞ്ഞ സന്തോഷത്തിൽ ഞാനും തിരികെ മടങ്ങി.